കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച റോഡുകളിൽ ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കം ഒന്നാം പിണറായി സർക്കാരിന്റെ തീരുമാനം അട്ടിമറിച്ചെന്ന ആക്ഷേപം ശക്തമാകുന്നു. അന്ന് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ ഇടപെട്ട് 14 പാലങ്ങളിലെ ടോൾ പിരിവ് നിർത്തലാക്കിയിരുന്നു. പുതുതായി നിർമ്മിച്ച പാലങ്ങൾക്ക് ടോൾ വേണ്ട എന്ന തീരുമാനവും പൊതുമരാമത്ത് വകുപ്പ് കൈക്കൊണ്ടിരുന്നു. ഇതാണ് ഇപ്പോൾ അട്ടിമറിക്കപ്പെടുന്നത്. സുധീഷ് ഗോപാൽ വിവരങ്ങളുമായി ചേരുന്നു. സുധീഷ്, എന്താണ് പുതിയ തീരുമാനം? വീണ, ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 14 പാലങ്ങളുടെ ടോളുകളാണ് നിർത്തിയത്. അതോടൊപ്പം തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് തന്നെ നിർമ്മിച്ച പാലങ്ങൾ അടക്കമുള്ളവയുടെ ആറാട്ടുപുഴ വലിയഴീക്കൽ പാലം അടക്കമുള്ള കോടികൾ ചെലവിട്ട് നിർമ്മിച്ച പാലങ്ങളിലടക്കം ടോൾ വേണ്ട എന്നുള്ള ഒരു നയപരമായ തീരുമാനവും കൈക്കൊണ്ടിരുന്നു. അത് ഇടതുപക്ഷ സർക്കാരിന്റെ ഒരു നയമായി തന്നെയാണ് പറഞ്ഞിരുന്നതും. എന്നാൽ ആ നയമാണ് ഇപ്പോൾ പിണറായി സർക്കാർ തന്നെ തിരുത്തുന്നത്. രണ്ടാം പിണറായി സർക്കാർ തിരുത്താൻ ആലോചിക്കുന്നത് കിഫ്ബിയിലൂടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പാലങ്ങളിലെ റോഡുകളിലെ അടക്കം ടോൾ പിരിവിനെ കുറിച്ചാണ്. അത് ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങളുടെ വിപരീതമാണ് എന്നതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനമായി പറയുന്നത് 20,804 കോടി രൂപയാണ് ഈ 14 പാലങ്ങളുടെ നിർമ്മാണത്തിനായി തന്നെ ചിലവിട്ടിരുന്നത്. അതിൽ ടോൾ പിരിവിലൂടെ കണ്ടെത്താൻ കഴിഞ്ഞത് 521 കോടി രൂപ മാത്രം. അതായത് 2.5% തുക മാത്രമാണ് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത്. ആ പൂർണ്ണ ബോധ്യത്തോടെ തന്നെയാണ് പണം ഇത്തരത്തിൽ ജനങ്ങളെ പിഴിഞ്ഞ് ഇതിന്റെ പണം കണ്ടെത്തണ്ട എന്ന നയത്തിന്റെ ഭാഗമായി ആയിരുന്നു ടോൾ നിർത്താൻ തീരുമാനിച്ചത്. അതിൽ വലിയ രീതിയിലുള്ള സമ്മർദ്ദം അന്നത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന ജി സുധാകരൻ ചെലുത്തുകയും ചെയ്തു. എന്നാൽ ജി സുധാകരനെ പോലുള്ളവരെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുമ്പോൾ അന്ന് നടപ്പായ നല്ല കാര്യങ്ങൾ, അതിലെ നയങ്ങൾ കൂടിയാണ് മാറ്റി നിർത്തപ്പെടുന്നതെന്ന സൂചനയാണ് ഇപ്പോഴത്തെ കിഫ്ബി റോഡുകളിലെ ടോൾ പിരിവെന്ന ആലോചനയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ സൗജന്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് ഒരു ഇടതുപക്ഷ സർക്കാരിന്റെ നയങ്ങൾ മാറ്റപ്പെടുന്നു എന്നതിന്റെ കൃത്യമായ സൂചനയായി തന്നെ വിലയിരുത്താൻ പറ്റും. അത് ഒരു തുടർഭരണം സാധ്യമാക്കി കൊടുത്തപ്പോൾ അന്ന് സർക്കാർ സ്വീകരിച്ച ഏതെങ്കിലും തരത്തിൽ ജനോപകാരപ്രദമായ നയങ്ങൾ ഉണ്ടെങ്കിൽ ആ നയങ്ങളൂടെ തിരുത്തിക്കൊണ്ടു പോകുന്ന ഒരു സമീപനത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാർ മാറുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായി കൂടി നമുക്കിതിനെ കാണാൻ സാധിക്കും. ആ രീതിയിൽ പിരിക്കുമ്പോൾ വലിയ രീതിയിൽ ഓരോ ജില്ലയിലും നിരവധി പദ്ധതികളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കിയിരുന്നത്. അങ്ങനെ വരുമ്പോൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് വലിയ ഒരു ഭാരമാവും ഈ ടോൾ പിരിവിലൂടെ ഉണ്ടാവുക എന്നതും കൃത്യമാണ്. വീണ. ശരി സുധീഷ്.